മുജിതപ്പ എങ്ങനെയുണ്ട് ഇടുക്കിയിലെ കാഴ്ചകളൊക്കെ? ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്ന് പറഞ്ഞ പോലെ ഇടുക്കി സൂപ്പറാണ്. പലതവണ ഇടുക്കിയിലേക്ക് വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, മൂന്നാർ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നതിനപ്പുറത്ത് ഇടുക്കി പക്ഷേ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒന്നുമായിട്ടില്ല. ഇടുക്കിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഇതുപോലെ 5 പ്രധാന ഡാമുകൾ ഇടുക്കിയിലുണ്ട്, മറ്റ് ചെറു ഡാമുകളുമുണ്ട്. സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ല ഇടുക്കിയാണ്. 60% വൈദ്യുതി ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കിയിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല അത് ഇടുക്കിയാണ്. 4 ദേശീയോദ്യാനങ്ങളുണ്ട്, 4 വന്യജീവി സങ്കേതങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇടുക്കിക്കുണ്ട്. അത് ഇടുക്കി ജില്ലയുടെ പ്രത്യേകത. പക്ഷേ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനുമുണ്ട് പ്രത്യേകതകൾ. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും അവരുടെ രണ്ടുപേരുടെയും 3ാം അംഗമാണ്. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് അവരുടെ കന്നി അംഗവുമാണ്. പക്ഷേ 3 പേർക്കും മത്സരത്തിലുള്ള ഈ 3 സ്ഥാനാർത്ഥികളും അഭിഭാഷകരാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ 12 ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട് എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. അവരെ ആരെ തുണയ്ക്കുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇടുക്കി മണ്ഡലത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. നോക്കാം. കൊടിപൂരത്തിലേക്ക് സ്വാഗതം. ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത LDFനെയും UDFനെയും ഒരേപോലെ മാറി മാറി പിന്തുണച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. സത്യത്തിൽ ഇടുക്കി മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണ്? മുജിതബ, ഈ വലിയ വിസ്തൃതമായിട്ടുള്ളൊരു മണ്ഡലമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. അതായത് ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങൾ, അതായത് പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, തൊടുപുഴ, എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ, ഇങ്ങനെ 7 നിയോജക മണ്ഡലം, നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലോകസഭാ മണ്ഡലമാണ് ഇടുക്കി ലോകസഭാ മണ്ഡലം എന്നുള്ളത്. അതിൽ തന്നെ കാർഷിക ഭൂപ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 7-ൽ 5 LDFനാണ് മേൽക്കൈ. അത് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അതിലൊരു ആത്മവിശ്വാസം LDFന് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം തമിഴ് സ്വാധീനമുള്ള മേഖലകളാണ്. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം താലൂക്ക് അത് എടുത്തു കഴിഞ്ഞാൽ, ആ നിയോജക മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ തമിഴ് വോട്ടർമാർ കൂടുതലുള്ള, തമിഴ് സ്വാധീനമുള്ള ഒരു മേഖലകളാണ്. ആ ഒരു കാര്യവും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകാനുള്ള ഒരു സ്വാധീനമുണ്ട്. ഒപ്പം തന്നെ ജാതിമത സമവാക്യങ്ങൾ, അടിയൊഴുക്കുകൾ, ഇതെല്ലാം ഇക്കുറി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇടുക്കിയുടെ ഒരു ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ കാർഷിക ഭൂപ്രശ്നങ്ങൾ വലിയ തരത്തിൽ എല്ലാ ഇലക്ഷനിലും, ഇലക്ഷൻ അല്ലാത്ത കാലത്തുമൊക്കെ വളരെ വലിയ ചർച്ച ആയിട്ടുള്ള ഒരു ജില്ല കൂടിയാണ്. അതെ. ഒപ്പം തന്നെ ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള രൂക്ഷമായ വന്യമൃഗ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എക്കാലവും ചർച്ചയാവുന്നത് അത് തന്നെയാണ്. അത് തന്നെ ഇത്തവണ ഇച്ചിരി കൂടി രൂക്ഷമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ 50%-ലധികവും വനമേഖലയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, കാർഷിക മേഖലയെയും ടൂറിസത്തെയും ആശ്രയിച്ച് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ആളുകളുടെ ജീവിതം. ഇതിന് രണ്ടിനെയും പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്. കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് വന്യജീവി ആക്രമണം. ഇടുക്കി ജില്ലയിൽ ഈ 4 മാസത്തിനിടെ ഇടുക്കി ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 5ആണ്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കയ്യേറ്റങ്ങൾ. ഈ കയ്യേറ്റവും കുടിയേറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇടുക്കി. മറ്റൊന്ന് ഭൂപ്രശ്നങ്ങൾ, നിർമ്മാണ നിരോധനം അടക്കം നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. സഭ പരസ്യമായ നിലപാട് എടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, സത്യത്തിൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വലിയ തരത്തിൽ സ്വാധീന ശക്തിയായി ജാതിമത സമവാക്യങ്ങൾ രൂപപ്പെടുന്നുണ്ടോ? ഇത്തവണയും ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? തീർച്ചയായും ഈ മുന്നണികളുടെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത് ഈ ജാതിമത സമവാക്യങ്ങൾ തന്നെയാണ്. അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇടുക്കിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇത്തവണ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFനൊപ്പം ചേർന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പശ്ചാത്തലം, അവരുടെ ആ ഒരു വോട്ട് വിഹിതം എങ്ങനെ പോകുന്നു, ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതിമത സമവാക്യങ്ങൾ. കത്തോലിക്ക സഭ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പൊതുവെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ് ഇടുക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഹൈന്ദവ വോട്ടുകളും ഇത്തവണ നിർണായകമാണ്. സിജോ, ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFനൊപ്പം ചേർന്നതിന് ശേഷമുള്ള
ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അത് LDFന് വളരെ വലിയ അനുകൂല ഘടകമായി ഇടുക്കിയിൽ മാറുമോ? അങ്ങനെ ഒരു പ്രതീക്ഷ LDFനുണ്ട്. പക്ഷേ UDF അത് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും അത്യാവശ്യം സ്വാധീനം അവർക്കുണ്ട്. അത് അനുകൂല ഘടകമായിട്ട് LDF ക്യാമ്പ് കാണുന്നുണ്ട്. ജനാധിപത്യ ചേരിയിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ പാളയത്തിൽ നിന്നിരുന്ന കേരള കോൺഗ്രസ് വിഭാഗം ഒരിക്കലും CPM പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യില്ല എന്നൊരു കണക്കുകൂട്ടൽ UDFനുണ്ട്. NDAക്ക് എന്താണ് ഇടുക്കിയിലെ റോൾ? ഇത്തവണയും NDA BDJSന് തന്നെയാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത വിശ്വനാഥനെയാണ് ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. സംഗീത വിശ്വനാഥൻ മണ്ഡലത്തിൽ പരിചയമില്ലാത്ത ആളൊന്നുമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ നിലവിലെ ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിന് എതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ലോക്സഭയിലേക്ക് കന്യംഗമാണ്. ലോക്സഭയിലേക്ക് ആദ്യത്തെ മത്സരം. കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈഴവ വോട്ടുകൾ നിർണായകമായിട്ടുള്ള മണ്ഡലത്തിൽ അവരുടെ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാകും എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും പ്രത്യേക ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കും. മുജിതബ്, നമ്മളിപ്പോൾ ഉള്ളതേ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉപ്പുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വെള്ളിമുങ്ങ് സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയമൊക്കെ ഹാസ്യാത്മകമായി കുറച്ചുകൂടി വളരെ നർമ്മത്തോടെ അജു വർഗീസും ബിജു മേനോനും ഒക്കെ തകർത്ത് അഭിനയിച്ച സിനിമ, ആ സിനിമ ചിത്രീകരിച്ച സ്ഥലമാണ് ഉപ്പുകുന്നില്. ഉപ്പുകുന്നില്. പക്ഷെ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, അതുപോലെ തന്നെയാണോ, ആ സിനിമയിൽ പറയുന്ന രൂപത്തിൽ തന്നെയാണോ ഇടുക്കിയുടെ രാഷ്ട്രീയം? അതിൽ മാമച്ചൻ എന്ന കഥാപാത്രം തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് MLA ആയി മന്ത്രിയാവുന്ന ഒരു കഥയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇടുക്കിക്കാരങ്ങനെയല്ല. ഇടുക്കിയിലെ വോട്ടർമാരും ജനപ്രതിനിധികളും എല്ലാം വ്യക്തമായ കാഴ്ചപ്പാടും ദിശാബോധമുള്ളവരൊക്കെ തന്നെയാണ്. അക്കഥ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഹാരിസ് മുഹമ്മദ് പറയും. തുടർച്ചയായി MPമാരായിരുന്ന 2 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവരുടെ പാർലമെൻറ്റിലെ പ്രകടനം വലിയൊരളവോളം ഇരുകൂട്ടരും അത് ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. CAA വിഷയം, വന്യജീവി ആക്രമണ പ്രശ്നം, ഇതെല്ലാം പാർലമെൻറ്റിൽ എങ്ങനെ ഉയർത്തപ്പെട്ടു എന്നത് സംബന്ധിച്ചും ഒരു പ്രതിവാദങ്ങളുണ്ടായിട്ടുണ്ട്. കേന്ദ്ര വനസംരക്ഷണ നിയമത്തിൻ്റെ കീഴിലാണെങ്കിലും വന്യജീവി ആക്രമണം ഇടുക്കി ജില്ലയെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അത് തെരഞ്ഞെടുപ്പിലും അത് വിഷയമായിട്ടുണ്ട്. പ്രചാരണ രംഗത്ത് LDFന് നേരിയ മേൽക്കൈയുണ്ട്, അത് സംശയമില്ല. UDFിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ തൊടുപുഴ മേഖല വിശേഷിച്ച് മുസ്ലിം ലീഗ് അണികൾ വേണ്ടത്ര സജീവമായിരുന്നില്ല. അത് അവരുടെ ആ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണ് കാരണം. കേരളത്തിൽ നിലവിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം അത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കപ്പെടാം. ഇന്ത്യയുടെ പ്രധാന കക്ഷിയായ BJPയുടെ അണികൾ പൊതുവെ നിഷ്ക്രിയരാണ് ഇപ്പോഴും. അത് ആർക്ക് ഗുണകരമാവും എന്നത് ഇനി അറിയേണ്ടിയിരിക്കുന്നു. സാധ്യത അത് UDFന് ഗുണകരമാകാനാണ്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഇടുക്കിയിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ ഇടയുണ്ടോ? തീർച്ചയായും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. കാരണം പ്രത്യേകിച്ച് ജനറലായിട്ടുള്ള വിഷയങ്ങൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിലും ഒരു പ്രതിഫലനം അത് ഇടുക്കിയിൽ ഉണ്ടാകുമെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ജനറലായിട്ട് അത്തരത്തിൽ ഉള്ള സംഭവവികാസങ്ങളുടെ ഒരു പ്രതിഫലനം ഇടുക്കിയിലുണ്ടാകും. മറ്റൊന്ന് പ്രധാനമായും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ല. ഭൂരിഭാഗവും വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വനാതിർത്തി മേഖലയിലെ ആളുകളുടെ ജീവിതം വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വന്യജീവി സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. പട്ടയം ലഭിക്കാത്തതിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. കേന്ദ്രതലത്തിൽ ഇടപെടൽ നടത്തേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലും ചർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഇഷ്യൂ. വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യം. ഓരോ കാലവർഷം എത്തുമ്പോഴുമാണ് ഏറ്റവും കൂടുതൽ മുല്ലപ്പെരിയാർ ചർച്ചയാവുന്നത്. ഈ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണം എന്നുള്ള ഒരു ആവശ്യം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിതമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഒരു ഇടപെടലിലൂടെ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. എന്തായാലും ഇടുക്കി മണ്ഡലത്തിൽ കളം തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മുല്ലപ്പെരിയാർ സമരത്തിലൂടെ ശ്രദ്ധേയനായ അഡ്വക്കേറ്റ് റസൽ ജോയ് BSP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട്. സ്വതന്ത്രന്മാരടക്കം 7 പേരാണ് ഈ തവണ മത്സരത്തിൽ ഉള്ളത്. എന്തായാലും കയ്യേറ്റവും കുടിയേറ്റവും അനുദിനം ചർച്ചയാകുന്ന ഇടുക്കിയിൽ ഇത്തവണ ആരെ പിന്തുണക്കുമെന്ന് കാത്തിരുന്ന് കാണാം.